ഷാബു പ്രസാദ്, അത് ജയകുമാർ ഇനിയും കൊണ്ടുവരുന്ന അകലെയാണല്ലോ. SITയുടെ ഈ അന്വേഷണ റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞ് എല്ലാം തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ലല്ലോ. പിന്നെ കടകംപള്ളി സുരേന്ദ്രനെ പെടുത്തുവാനായിട്ടുള്ള ഒരു നീക്കം നടന്നിരുന്നു. അതുപോലെ തന്നെ PS പ്രശാന്തിനെ ഈ രാഷ്ട്രീയ ഇടപെടലിലൂടെ ഈ കേസിലേക്ക് കൊണ്ടുവന്നതാണോ ഇപ്പോൾ? താങ്കൾ അങ്ങനെ കാണുന്നുണ്ടോ? കാര്യം ഈ PS പ്രശാന്തിന്റെ ഒക്കെ പേര് നമ്മൾ ഇതിന്റെ ഈ ഇഷ്യൂ ചർച്ച ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അന്നേ കൊണ്ടുവരേണ്ടതായിരുന്നു. അത് ഇപ്പോൾ അത് ഔദ്യോഗികമായിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോ ഇവിടെ മനസ്സിലാക്കുന്ന രാഹുൽ ഈശ്വറിന്റെ നിലപാട് എന്താണ്? ഇതിൻ്റെ അകത്ത് ഈ പറയുന്നവരെല്ലാവരും, ഇപ്പം അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ശങ്കർദാസ്, വളരെ സത്യസന്ധതയുടെ മകുടോദാഹരണമായ സത്യസന്ധതയുടെയും അതായത് മതേതരത്വത്തിന്റെയൊക്കെ അങ്ങ് വലിയ ഉദാഹരണമായ കടകംപള്ളി സുരേന്ദ്രൻ, ഇങ്ങനെയൊക്കെ ഉള്ളവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും പ്രശ്നമാണ്. പിണറായി പ്രശ്നമാണ്, പിണറായി വിജയൻ, ഇതെല്ലാം പ്രശ്നമാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തല്ല, ഈ മോഷണത്തിലല്ല, ഇതിന് മുഴുവൻ മൂകസാക്ഷിയായി തൊട്ടടുത്ത് നിന്ന് കണ്ട, ഇത് മുഴുവനും മനസ്സിലാക്കാൻ സാധിക്കുന്നവർ അവർ വളരെ പരമസാത്വികരും നിരപരാധികളും എല്ലാവരാലും വേട്ടയാടപ്പെടുന്ന ബലിമൃഗങ്ങളും മാത്രമാണ്. ഇത് നമുക്ക് അങ്ങോട്ടും ദഹിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഞാനിത് വീണ്ടും പറയുന്നു, ഇതിൻ്റെ അകത്ത് ഇവിടെ നിയമപരമായ ഒരു കാര്യമല്ല. ഇവിടെ ഞാനിപ്പോൾ ഇത്രയേ ഉള്ളൂ മഞ്ജുഷേ, ഇവിടെ ഇത്രയും പേര് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു, ഇത്രയും പേര് ഈ കാര്യങ്ങളുടെ ഉള്ളറകളിലേക്ക് പരമാവധി പോകാൻ നോക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് നമുക്കൊക്കെ നിയമപരമായ ബാധ്യത ഉണ്ടായിട്ടാണോ? നിങ്ങൾക്കോ എനിക്കോ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെയൊക്കെ വാക്കുകൾക്ക് നിയമപരമായി എന്തെങ്കിലും വാല്യൂ ഉണ്ടായിട്ടാണോ ഈ ചെയ്യുന്നത്? അല്ലല്ലോ. നിയമത്തിന് പുറത്ത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ നാട്ടിലുണ്ടപ്പോ ഓരോ പൗരനുമുണ്ട്. അപ്പോൾ അയ്യപ്പന്റെ പിതൃസ്ഥാനത്തിരിക്കുന്ന അവിടെ 24/7 ആ മണ്ഡലകാലത്തും എപ്പോഴും നട തുറന്നിരിക്കുമ്പോഴവിടെ ഉള്ള ആ ക്ഷേത്രത്തിന്റെ സ്പിരിച്വൽ അതോറിറ്റിയായ തന്ത്രിക്ക്, ഈ വ്യക്തിക്ക് ഇതിൻ്റെ അകത്തൊന്നുമില്ല. അദ്ദേഹം പരമസാത്തി ഇതൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഓരോ ശബരിമല ക്ഷേത്രങ്ങൾ മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെയല്ല, വളരെ യുണീക്കാണ്. ശരിയാണ്, ശബരിമല ക്ഷേത്രത്തിൽ അതിൻ്റെതായ ഒരു യുണീക്നെസ് ഉണ്ട്. എല്ലാ ക്ഷേത്രങ്ങൾക്കും ആ ക്ഷേത്രത്തിൻ്റെതായ ചില യുണീക്നെസ് ഉണ്ട്. സംശയം എന്താ ഉള്ളത്? അവിടെ തിരുവിതാംകൂർ തന്നെയുള്ള ക്ഷേത്രം, നമ്മുടെ മാന്നാത്തുള്ള കൊരട്ടിയിലമ്പലം, അവിടെ ശിവൻ ക്ഷേത്ര വർഷത്തിലൊരിക്കലേ പാർവതിയുടെ നട തുറക്കുകയുള്ളൂ. ശിവരാത്രിയുടെ ദിവസം ശിവൻ അവിടെ കോപാകുലനായിരിക്കുന്ന ശിവനാണ്. അതുകൊണ്ട് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസമാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തെയും നാട് നീളമുള്ള ക്ഷേത്രങ്ങൾ നോക്കിക്കോളൂ, അതിൻ്റെതായ യുണീക്നെസ് അവിടെയുണ്ട്. എൻ്റെ ഇവിടെ ചോദ്യം വളരെ ലളിതമാണത്. തന്ത്രി 24/7 നട തുറന്നിരിക്കുമ്പോൾ അവിടെ തന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കണം അവിടെ കാര്യങ്ങൾ നടക്കേണ്ടത്, റിച്വൽസ് നടക്കേണ്ടത് എന്നത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ അസന്നിഗ്ധമായ, അവിഭാജ്യമായ, ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഒരു സംഭവമാണോ? അവിടെ പൂജകൾ ചെയ്യുന്നത്, ഗണപതി ഹോമം ചെയ്യുന്നത്, ഇത് മുഴുവനും ചെയ്യുന്ന തന്ത്രിയാണ്. പിന്നെ ഈ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി മേടിച്ച് അവിടെ അപ്പോയിന്റ് ചെയ്യുന്ന ഇങ്ങർക്ക് മേൽശാന്തിക്ക് എന്താണ് റോള്? പുറപ്പെടാ ശാന്തിയായി അവിടെ ഇരിക്കുകയാണ്. അതായത് ഇവരുടെ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ തന്ത്രി താഴമൺ മഠത്തിന് എത്രയോ ക്ഷേത്രങ്ങളിൽ കുറഞ്ഞത് ഒരു 50 ക്ഷേത്രങ്ങളുടെയെങ്കിലും തന്ത്രമുണ്ട്. അവിടൊക്കെ ഈ പുള്ളിയെ ഒന്ന് കൊണ്ടുപോകാൻ ചെന്ന് കയ്യെ വീണാലേ ഇദ്ദേഹം അങ്ങോട്ടൊന്ന് ചെല്ലുള്ളൂ, അങ്ങോട്ടില്ല. പക്ഷെ ശബരിമല 24 മണി വേറെ ഒരു നമ്മൾ കണ്ടിട്ടില്ല. രാഹുൽ അത്രമാത്രം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് താങ്കളുടെ മറുപടി. അല്ല, അങ്ങനെയല്ല. അതായത് അമ്പതൊന്നും അല്ല. അതായത് പരശുരാമൻ, അതിന് ഏറ്റവും സംക്ഷിപ്തമായി പറയാം, പരശുരാമൻ കേരള ഉത്പത്തിയുടെ ഭാഗമായിട്ട് നർമ്മദയുടെ തീരത്ത് നിന്ന് താഴമണ്ണിനെയും തരണനെല്ലൂരിനെയാണ് കൊണ്ടുവന്നത്. കൂടുതൽ ശൈവ ക്ഷേത്രങ്ങൾ താഴമൺ വിഭാഗത്തിനാണ്, കൂടുതൽ വൈഷ്ണവ ക്ഷേത്രങ്ങളും തരണനെല്ലൂർ വിഭാഗത്തിനാണ്. പിന്നീട് ഒരുപാട് പ്രമുഖ തന്ത്രി കുടുംബങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഈ എല്ലാ അമ്പലങ്ങളിലും താഴമണ്ണിലെ ആരെങ്കിലും പോകും. കണ്ടൊരു മഹേശ്വരായിരുന്നപ്പോൾ ഏറ്റവും പ്രൊഫൈലുള്ള സർവാദരണീയനായ ഒരു വ്യക്തിയായിരുന്നു. കണ്ടൊരു മോഹൻ ഉണ്ടായി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൗർഭാഗ്യമായ വിവാദങ്ങൾ ഉണ്ടായി. ഇപ്പോ കണ്ടൊരു ബ്രഹ്മദത്തനുണ്ട്, കണ്ടൊരു മഹേഷ് മോഹനുണ്ട്. രണ്ടുപേരും ഏറ്റവും നല്ല പൂജയുടെ കാര്യത്തിൽ നല്ല പ്രാവീണ്യമാണ്, നല്ല ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. ഇവരെല്ലാം പല ഘട്ടത്തിലായിട്ട് ഇത് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ മാവേലിക്കര മുനിസിപ്പൽ കോടതിയിൽ ഒരു അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഓരോ വർഷവും മാറി മാറി വരുന്നത്. തന്ത്രി പല അമ്പലങ്ങളിലും പല ആവർത്തിയും പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്ത് ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം അമേരിക്കയിലുണ്ട്, സിംഗപ്പൂരിലുണ്ട്, മലേഷ്യയിലുണ്ട്. ഇവിടങ്ങളെല്ലാം പോകുന്നുണ്ട്. പക്ഷേ ശബരിമലയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് സ്വാമി അയ്യപ്പന്റെ അമ്പലക്കാരുണ്ടാണ്. അവിടെ റവന്യൂ കാരണമല്ല, സ്വാമി അയ്യപ്പന്റെ അമ്പലമായതുകൊണ്ടും സ്വാമി അയ്യപ്പന്റെ പ്രസക്തി ഉള്ളതുകൊണ്ടുമാണ്. താങ്കൾ ഈ കൈക്കൂലി എന്നൊക്കെ പറഞ്ഞു, തന്ത്രിയാണോ ദേവസ്വം ബോർഡല്ലേ ഇത് ചെയ്യുന്നത്? ദേവസ്വം ബോർഡല്ലേ അതിന്റെ ആ കൈക്കൂലിയുടെ തന്ത്രിക്ക് അറിയില്ലേ? തന്ത്രിക്ക് അറിയുന്നതുകൊണ്ടാണ് തന്ത്രി ഇടപെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് നിരീക്ഷകനെ വേണമെന്ന് പറഞ്ഞ് ഇപ്പം കൈക്കൂലി വാങ്ങുന്നേ ഇല്ല. താങ്കൾ അന്വേഷിക്കണം. അതായത് ഇപ്പൊ ഫുൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഒബ്സർവർ ഉണ്ട്. ഈ 9 പേരെ ഇപ്പോഴത്തെ മേൽശാന്തി വ്യാജരേഖ കൊണ്ടാണ് മേൽശാന്തി ആയത് എന്ന കാര്യം താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. അത് വിജിലൻസിന്റെ ജോലിയാണ്. ഇതൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതിൽ നാളെ അപ്പൊ അവിടെ നേരെ തൂത്തില്ലെങ്കിൽ തന്ത്രിയാണ് എല്ലാം അറിയുന്നത്. അവിടെ പോയി തന്ത്രി തൂക്കുമെന്ന് പറയുന്നതിന് അർത്ഥമില്ല. വിജിലൻസിന്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മ, തന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മ എങ്ങനെയാകും? ശബരിമല എന്ന് വരുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന, ദശലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് A-Z തന്ത്രി അല്ല ചെയ്യുന്നത്. തന്ത്രി അയ്യപ്പന് വേണ്ടിയാണ് അവിടെ ഉള്ളത്. ഇനി ഒറ്റ കാര്യം കൂടെ, ശ്രീ ശാവപ്രസാദ് പറഞ്ഞാൽ ഒരു മെറിറ്റ് ഉണ്ട്. പണ്ട് അങ്ങനെയായിരുന്നു. അതായത് ചെക്ക് മേടിക്കും, കാശല്ല മേടിക്കുന്നത്. ഈ വരുന്ന 9 പേരുടെയും ചെക്ക് മേടിക്കും, എന്നിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കും. ഇത് നിർത്തലാക്കിയത് കണ്ടൊരു മഹേശ്വരാണ്. G. സുധാകരൻ സാറിനാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ശബരിമലയിൽ ഒരു ക്ലീനപ്പ് കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റുകാരനും നിരീശ്വരവാദിയായ ശ്രീ എം ജയേന്ദ്രൻ, ഏത് അന്വേഷണ റിപ്പോർട്ട് വരുമ്പോഴും, കോടതികളുടെ പരാമർശം വരുമ്പോഴും അതിലെല്ലാം തന്ത്രിയുടെ പേര് കടന്നു വരികയാണ്. ഇപ്പോൾ മിക്ക റിപ്പോർട്ടുകളിലും അത് വരികയാണ്. അതാണ് രാഹുൽ പറയുന്നത്, ഇത് കുടുക്കുവാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ ശ്രമമാണെന്ന്. ഇതൊക്കെ ഇപ്പൊ ഈ SITയുടെ അന്വേഷണങ്ങളിൽ വരുന്ന കാര്യങ്ങൾ അതല്ലാതെ നമ്മള് അന്വേഷണ ബാഹ്യമായി നമ്മുടെ കിട്ടുന്ന വിവരങ്ങൾ, ശേഖരിക്കുന്ന വിവരങ്ങൾ ഒക്കെ വെച്ച് നോക്കിയാലും ഇതിനകത്ത് എല്ലാവർക്കും ശബരിമലയിൽ നടക്കുന്ന അന്യായങ്ങളിൽ, ശബരിമല ഒരുപാട് അന്യായങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ, അതില്ല എന്നും പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ഒരിക്കല് ഒരു പരമ്പര എഴുതാൻ വേണ്ടി, അതിന് വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ ആ പരമ്പര എഴുതാൻ വേണ്ടി 13 പ്രാവശ്യം ആ സീസണിൽ മല ചവിട്ടി. 13 പ്രാവശ്യം. ഒരുപാട് സംഗതികൾ, അന്ന് കണ്ട ആ അനീതികൾ, അന്യായങ്ങൾ ഇന്നും അഭംഗുരം തുടരുകയാണ്. ഒരാളുടെ നേതൃത്വത്തിൽ അവിടെ സ്ഥിരമായി എത്രയോ വർഷങ്ങളായി അദ്ദേഹം തന്നെ അവിടെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.